ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഫ്ലി ബോക്സ്. അപ്പൊ നമ്മളിപ്പോ കുറെ നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ഫാമിലി ട്രിപ്പ് വ്ളോഗാണ്. നമ്മളിപ്പോ ഒരു 5 ദിവസത്തെ ട്രിപ്പ് വ്ളോഗാണ് വരാൻ പോകുന്നത്. നമ്മൾ കേരളം, വയനാട്, തമിഴ്നാട്, ഊട്ടി അങ്ങനെ ഉള്ള വ്ളോഗാണ് വരാൻ പോകുന്നത്. ഇതില് വയനാട്ടിൽ പോകാൻ പോകുന്നത് നമ്മളൊരു സെനോ വില്ലേജ് റിസോർട്ട് എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ അവിടെ വയനാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്നതാണ്, തമിഴ്നാട്. അവിടെ നമ്മൾ ലേക്ക് അങ്ങനെ കുറെ സ്റ്റേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയുന്നില്ല, കൂടുതൽ ഞാൻ പറയുന്നില്ല, അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ പറയാവുന്നതാണ്. സോ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഇതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ സമയം അർദ്ധരാത്രി 12:30. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വൈബ് ആൻഡ് ചിൽ മൂഡാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വയനാട് തൊള്ളായിരംകണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവരൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അവിടോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്കൊക്കെ എടുക്കും ഫുഡ് കഴിക്കാനും ഒക്കെ. അതിനാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയിരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ലഗേജ് ഉണ്ട്, അത് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, വി ആർ സോ എക്സൈറ്റഡ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ട്രാവലർ കാണിച്ചില്ലല്ലോ. നമ്മുടെ ട്രാവലർ വൈരാഗി ട്രാവലേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി ഫ്യൂൾ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ട്രാഫിക്കാണ്. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. എന്ത് ചെയ്യാൻ, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഇവിടെ സാധാരണ ഞായറാഴ്ച നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ 1.5 മണിക്കൂറായി ഇവിടെ തന്നെ എത്തിയപ്പോൾ. ഫൈനലി നമ്മളൊരു 2 മണിയായപ്പോഴത്തേന് നമ്മൾ തൊള്ളായിരംകണ്ടി ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ചായക്കടയുടെ അടുത്താണ് ഗൈസ്. അപ്പോൾ നമ്മൾ ശശിയേട്ടൻ്റെ ചായക്കടയുടെ ഇറമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ലഗേജ് എല്ലാം ഈ ജീപ്പിലോട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഉൾവനത്തിലാണ് നമ്മുടെ സെനോ വില്ലേജ് റിസോർട്ട് വരുന്നത്. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് ഓഫ് റോഡ് ആണെന്നാണ് പറഞ്ഞത്, നമ്മുടെ റിസോർട്ട് വരെ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ എക്സ്പീരിയൻസ്, ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഈ റിസോർട്ട് വരുമ്പോൾ സൂക്ഷിക്കുക. അവരെ കൊണ്ടുവരുമ്പോൾ നല്ല ഇടിച്ച് കുത്തിയ റോഡാണ്. ഒരു പരുവാവും നമ്മൾ മേടിച്ചിട്ട്. ഈ റോഡ് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ, ബാക്കിൽ ഇരിക്കുന്നവർ മസ്റ്റായിട്ടും മാസ്ക് വെക്കുന്നത് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ നല്ല പൊടിയാണ് നമ്മുടെ മൂക്കിലോട്ട് അടിച്ചത്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ്, കിടില എക്സ്പീരിയൻസ്. ഫുൾ ബോഡി ആയിരുന്നു. ഇടിച്ചു കുത്തിയ റോഡിൽ കൂടെ നമ്മൾ ഇത്രയും കിലോമീറ്റർ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ബോഡിയുടെ അവസ്ഥ. 3/4 മണിക്കൂറായി. നമ്മളിപ്പോൾ റിസോർട്ട് അടുക്കാറായെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, ഫൈനലി നമ്മൾ സെനോ വില്ലേജ് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ ഫീലുണ്ട്. 3/4 മണിക്കൂർ ഒരു യുദ്ധത്തിൽ പോലെ നമുക്ക് തോന്നും. പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വീഡിയോ കൂടെ എത്രമാത്രം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ്. experience, off-road experience. बताओ. I realized I have superpowers. मेरे पैरों में. കണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു ഓഫ് റോഡ് എക്സ്പീരിയൻസ്? ഗൈസ്, അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞത് 2 മണിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ സമയം 3 മണിയായി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. कैसे था ऑफ रोड एक्सपीरियंस? बहुत अच्छा था, लेकिन बहुत टफ था. मेरा हाथ भी बहुत दुख रहा है इसे पकड़ने के लिए. बहुत टफ टाइम था. और 10 में कितना? 10 में 7.
Mami, कैसे था ऑफर एक्सपीरियंस? No, बहुत अच्छा था। हम लोग तो मजा था आगे आगे इतना वो नहीं था, लेकिन पीछे वाले पे बहुत प्रॉब्लम हुआ। ഗൈസ് അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ട് പേ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് റൂമിലോട്ട് പോകുന്നത്. മുകളിലോട്ടാണ് റൂം എടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ റൂമും രണ്ട് ഡബിൾ റൂം, അല്ല ഒരു ഡബിൾ റൂം. 204. ഇതാണ് നമ്മളെ സിംഗിൾ റൂം വരുന്നത്. ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. ഇത് മാമന്റെ മമ്മിയുടെ ബെഡ്റൂം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് മാത്രം പ്രൈവറ്റ് ബാൽക്കണി. അവിടെ നമുക്ക് ഇവിടെ ബാൽക്കണി വ്യൂ ആണ്. ഇത് ഈ റൂമിന്റെ ബാൽക്കണി വ്യൂ. അപ്പോൾ ഇതാണ് ടോട്ടൽ റൂം. ഇനി നമുക്ക് നമ്മുടെ റൂം കാണാം. ഇത് 205. അതാണ് നമ്മുടെ റൂം വരുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ ലഗേജ്. ഇത് ബാത്റൂം, കോമൺ ബാത്റൂമാണ് വരുന്നത്. ഇത് ജക്കൂസി എല്ലാം ഉള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ ഇതെല്ലാം എക്സ്ട്രാ ബെഡ് എല്ലാം വരുന്നുണ്ട്. ഇതാ ബെഡ്റൂം. അപ്പോൾ ഇവിടെയാണ് ഇരുന്നത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ഇതാണ് എൻ്റെ വ്യൂ വരുന്നത്, ബാൽക്കണി വ്യൂ. അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയുള്ള ഓർഡർ ചെയ്യാണ്. ഇതൊന്നും അറിയുന്നില്ല നീന്തി. ഹായ് പറ, ഹായ് പറ അമ്മേ, ഹായ് പറ അമ്മേ, ഹായ് പീസ്. നല്ല രസം. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 1 കിലോമീറ്റർ വ്യൂ പോയിന്റിലോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. नोमन, क्या रिसोर्ट में आज किया? आज हम लोग पहुँच गए सीधा. हम लोग पहुँचे और हमारे जीप राइड दिया. हमने पहले से बोल दिया, उसका रेटिंग भी दे दिया है. और उसके बाद हम रूम में गया. हाँ, रूम में गए, हमें रूम दिखाए. हम रूम चेक किए, अच्छा था. उसके बाद हमारा रूम का बालकनी. फिर हमारा आयुष बोल रहा था चलो स्विमिंग, तो हम स्विमिंग गए. फिर ये लोग तो घुस गए, बट मैं इतना डर रहा था. तसा मीन्स के बाद में घुसा, बट फिर बाद में अच्छा फील हुआ. आइस बात बहुत ठंडा था. हमारे साथ कौन कौन? ऐश्वर्या है, अम्मू और अक्षय और ये बच्ची और वजह. ओके, और मिलते हैं बाद में, देखते हैं नज़र. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു നല്ല കുത്തനെ കയറ്റമായിരിക്കും ട്രക്കിങ്. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയും മാമിയും പറഞ്ഞു എന്നാൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാം. ഗൈസ്, നമ്മൾ ഓരോ മലയും ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ ബട്ട് നമുക്ക് കുറേ കയറാനുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞു കുറച്ചുണ്ട്. ഞങ്ങളിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ട്രെക്കിംഗ് പ്രയാണം അവസാനിച്ചിട്ടില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മല കയറുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ എവിടെ എത്തും, എവിടെ ആയിരിക്കും ആ വ്യൂ പോയിന്റ്. ഫൈനലി ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. വ്യൂ പോയിന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ആ ട്രെക്കിംഗ് ആണ്. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ വന്ന വഴിയിൽ തന്നെയല്ല നമ്മൾ പോകുന്നത് തിരിച്ച്. സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ടീ ബ്രേക്ക് ഉണ്ട്. നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോവാണ്. तो ओवरऑल अच्छा था ट्रैकिंग. मैं पहली बार 9 दे सकता हूँ. तो पहली बार? हाँ, पहली बार है मेरा.
और ക്യാ बहुत मज़ा आई. ആ മുച്ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രക്കിങ്? ഇന്നത്തെ ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ല റിസോർട്ട്. പിന്നെ റിസോർട്ട് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ റിസോർട്ട്? അതെ അതെ, റിസോർട്ട് അടിപൊളിയാണ്. നല്ല വ്യൂ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാത്തതിൻ്റെ ഒരു വിഷമം മാത്രം. നല്ലൊരു വിഷമം. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്നാക്സും चाया. ചായയും കുടിക്കാൻ പോകും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വരാൻ പോകുന്നത് ക്യാമ്പ് ഫയറും ഫയർ ഡാൻസും ഒക്കെയാണ്. നമുക്ക് അടിച്ച് പൊളിക്കാം ഈ നൈറ്റ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഡിന്നറിന് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്ത സംഭവങ്ങളെല്ലാം വരുന്നതായിരിക്കും. നോട്ട് ദ പോയിന്റ്, ഡിന്നർ ഈസ് നോട്ട് ഫ്രീ. ഫുഡാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാനൊരു 10-9 കൊടുക്കും. നല്ല അടിപൊളി ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു.